രേവതിയുടെ വീട്ടിന്റെ മുന്നിലെത്തും വരെ അവൾ വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു. അവളുടെ ചങ്കാണ് രേവു എന്ന രേവതി. കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് പഠിച്ചവർ. സയാമിസ് ഇരട്ടകൾ എന്നാണ് എല്ലാവരും അവരെ വിളിക്കുക. അവളെ കണ്ടതും രേവതി അതിശയത്തോടെ നോക്കി. അല്ല, ആരാ ഈ വരുന്നേ? എന്താടി ഇത്? നിന്റെ പിറന്നാൾ സമ്മാനമാണോ? അപ്പോ നിന്റെ വീട്ടുകാരുടെ പേടിയൊക്കെ മാറിയോ? എന്തായാലും നീ ഇതും കൊണ്ട് വന്ന ദിവസം കൊള്ളാം. ഇന്ന് കോളേജ് അവധിയാടി. ആയില്ലെങ്കിലേ ഉള്ളൂ അതിശയം. അതും പറഞ്ഞ് ഭദ്ര രേവതിയുടെ വീട്ടിലേക്ക് കയറി. നിനക്കെന്താടി ഉത്സാഹമില്ലാത്തത്? ബർത്ത്ഡേ ചളമായതിന്റെ ആണോ? നീ വിഷമിക്കേണ്ട, നമുക്ക് നാളെ ആഘോഷിക്കാമെന്നേ. ഓ അതൊന്നും അല്ല, വരുന്ന വഴിക്ക് ശിവേട്ടനായിരുന്നു കണി. ഏത്? നിന്റെ മുറച്ചെറുക്കനോ? ഇന്നെന്തായിരുന്നു? തല്ലോ അതോ വെള്ളമടിച്ച് ബഹളം വെപ്പോ? അയാൾക്ക് എന്തോ ആക്സിഡന്റ്, അത് ചോദിക്കാൻ പോലീസ് വന്നില്ലെന്നും പറഞ്ഞ് മേളമായിരുന്നു, കുടുംബത്തിന് നാണം കളയാനായിട്ട്. അതിന് അയാളെ ആരാ നിന്റെ കുടുംബത്തെ ആളായി കൂട്ടിയിരിക്കുന്നേ? എന്നാലും ഒരെന്നാലുമില്ല, നീ അത് വിട്. ഇന്നിനി എന്താ പരിപാടി അത് പറ. അപ്പോഴേക്കും ഭദ്രയ്ക്ക് ഫോൺ വന്നു. ഓ അമ്മയാണ്, കോളേജിലെത്തിയെന്ന് അറിയാനാ. അതും പറഞ്ഞവൾ ഫോൺ എടുത്തു. എൻ്റെ അമ്മയെ, ഞാൻ വന്നോളാം. ഇല്ല, കൊണ്ടുപോകില്ല. അവൾ ഫോണിലൂടെ പറയുന്നതും കേട്ട് രേവതി ചിരി തുടങ്ങി. ഫോൺ വെച്ചത് അവൾ ചോദിച്ചു. എന്തേ ഭാമക്കുട്ടി, തുടങ്ങിയോ സുഖാന്വേഷണം? അല്ലെങ്കിൽ തന്നെ ദിവസത്തിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും നിന്റെ അമ്മ വിളിക്കും. ഒന്നും പറയണ്ട, കോളേജ് അവധിയാണെന്ന് അമ്മ അറിഞ്ഞു. ഞാൻ വല്ലയിടത്തും കറങ്ങാൻ പോകുമോ എന്ന ടെൻഷനിൽ വിളിച്ചതാ. അപ്പോഴാണ് രേവതിയുടെ അമ്മ അവിടേക്ക് വന്നത്. രേവതി അമ്മയെ ചൂണ്ടി പറഞ്ഞു. ദേ, നിന്റെ മാതാശ്രീയോട് എൻ്റെ ജാനകിക്കുട്ടിയെ കണ്ടു പഠിക്കാൻ പറ. രാവിലെ ഞാൻ ഇറങ്ങിപ്പോയാൽ പോയി, വന്നാൽ വന്നു. അതാലായി. വിളിയുമില്ല പറച്ചിലുമില്ല, അതാണ് വിശ്വാസം. ജാനകി ചിരിയോടെ നിന്നു. അപ്പോഴേക്കും ഭദ്രയ്ക്ക് വീണ്ടും ഫോൺ വന്നു. ഓ ഈ അമ്മ സമ്മതിക്കില്ല. അമ്മയ്ക്ക് എവിടെയോ പോണം. അതിനു മുമ്പ് ഞാൻ വീട്ടിലെത്തണം. എന്നെ കണ്ടില്ലെങ്കിൽ അമ്മയ്ക്ക് സമാധാനം കിട്ടില്ല. പോട്ടെ, നാളെ കാണാം. അതും പറഞ്ഞ് അവൾ ഇറങ്ങി. ജാനകിയും രേവതിയും ഗേറ്റ് വരെ കൂടെ ചെന്നു. ആഹാ, പുതിയ വണ്ടിയൊക്കെ എടുത്തോ? ജാനകി ചോദിച്ചു. പോട്ടെ അമ്മേ, പോട്ടെ രേവു. അതും പറഞ്ഞ് അവൾ വണ്ടി എടുത്തു. ജംഗ്ഷനിലെത്തിയപ്പോൾ കണ്ടു, തറയിലൊക്കെ ചോരത്തുള്ളികൾ വീണ് കിടക്കുന്നു. രാവിലത്തെ കാഴ്ച വീണ്ടും മനസ്സിലേക്ക് കയറി വന്നു. വീട്ടിന്റെ മുറ്റത്ത് തന്നെ അച്ഛനും അമ്മയും നിൽപ്പുണ്ടായിരുന്നു. അവളെ കണ്ടതും രണ്ടുപേരുടെയും മുഖത്ത് ആശ്വാസത്തിന്റെ പുഞ്ചിരി വിരിഞ്ഞു. വന്നോ അച്ഛന്റെ ചക്കര? അതും പറഞ്ഞ് ദേവൻ മുന്നോട്ട് ചെന്നു. അച്ഛനെന്ന് ഓഫീസിൽ പോയില്ലേ? അവൾ അതിശയത്തോടെ ചോദിച്ചു. പോയി, ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നത് മാറ്റിവെച്ചു. ആ കമ്പനിയുടെ MDക്ക് ഇന്ന് എത്താൻ പറ്റില്ല. പിന്നെ ഞാനിങ്ങ് പോന്നു. ഇന്ന് ചക്കരയുടെ ബർത്ത്ഡേ അല്ലേ? ഉച്ചവരെ വിഷ്ണുവിന് കോച്ചിങ് ഉണ്ട്. അത് കഴിഞ്ഞ് അവൻ എത്തിയാൽ ഉടൻ ഇറങ്ങാം. എവിടേക്ക്? അതൊക്കെ ചക്കരയ്ക്ക് തീരുമാനിക്കാം. ആദ്യം ഷോപ്പിംഗ്. എന്താ? അത് പറഞ്ഞപ്പോഴാണ് ദേവൻ അവളുടെ സ്കൂട്ടിയിലെ ചോര പതിഞ്ഞ കൈവിരൽ പാട് കണ്ടത്. ഇതെന്താ, നിന്റെ വണ്ടി വല്ലയിടത്തും തട്ടിയോ? അയാൾ ആകാംക്ഷയോടെ ചോദിച്ചു. അത് പിന്നെ ശിവേട്ടൻ. ആ പേര് കേട്ടതും അച്ഛൻ്റെ മുഖം മാറുന്നത് ഭദ്ര കണ്ടു. ആ പിഴച്ച സന്തതിയോ? അവൻ എന്തു ചെയ്തു? എന്നെ ഒന്നും ചെയ്തതല്ല അച്ഛാ. ശിവേട്ടൻ എന്തോ ആക്സിഡന്റ് പറ്റി റോഡിൽ നിൽപ്പുണ്ടായിരുന്നു. എന്നെ കണ്ടപാടെ കൈയെടുത്ത് വണ്ടിയിൽ അടിച്ചു. അങ്ങനെ പറ്റിയതാ. എന്നിട്ട് അവൻ എന്തേലും പറ്റിയോ മോളെ? വേവലാതിയോടെയുള്ള ആ ചോദ്യം അമ്മയുടേതായിരുന്നു. ദേവൻ പെട്ടെന്ന് തിരിഞ്ഞ് ഭാമയെ രൂക്ഷമായി നോക്കി. അമ്മയുടെ മുഖം വിളർന്നത് ഭദ്ര കണ്ടു. നാണം കെടുത്താനുണ്ടായ നശിച്ച സന്തതി. അയാൾ പല്ലി നെരിച്ചു. മോൾ കുറച്ച് റെസ്റ്റ് എടുക്ക്. അച്ഛനും അമ്മയും അപ്പോഴേക്കും ഷീല ആൻറ്റിയുടെ വീട് വരെ പോയിട്ട് വരാം. അവിടുത്തെ അമ്മയ്ക്ക് അസുഖം കൂടുതലാത്രേ. അതും പറഞ്ഞവർ ഇറങ്ങി. ഭദ്ര റൂമിലേക്ക് പോയി. ഡ്രസ്സ് മാറുന്നതിനിടയിലാണ് ശ്രദ്ധിച്ചത്. 2-3 ചോരത്തുള്ളികൾ ഡ്രസ്സിലും വീണിട്ടുണ്ട്. മെറൂൺ കളർ ആയത് കാരണം പെട്ടെന്ന് അറിയാഞ്ഞതാണ്. നാശം പിടിക്കാൻ, ഇനി ഇതും കഴുകണമല്ലോ. അവൾക്ക് ദേഷ്യം വന്നു. കട്ടിലിൽ കിടക്കുമ്പോൾ അവളുടെ ചിന്ത മുഴുവൻ സുഭദ്രയെക്കുറിച്ചായിരുന്നു. അച്ഛൻ്റെ ഒരേ ഒരു കൂടപ്പിറപ്പ് സുഭദ്ര അപ്പച്ചി. അച്ഛന് ഏറ്റവും പ്രിയം അപ്പച്ചിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് സുഭദ്ര അപ്പച്ചിയുടെ ചായ ഉണ്ടെന്ന് ആരെങ്കിലും പറയുമ്പോൾ എത്രയൊക്കെ മറച്ചു പിടിച്ചാലും അച്ഛൻ്റെ മുഖം വിടരുന്നത് കാണാം. എന്തിനധികം ഈ ഭദ്ര എന്ന പേര് പോലും അവരുടെ ഓർമ്മയ്ക്കാണെന്ന് തോന്നിയിട്ടുണ്ട്. പ്രണയമാണ് സുഭദ്ര അപ്പച്ചിയുടെ ജീവിതം വഴിമാറ്റിയത്. കാര്യസ്ഥന്റെ മകൻ ശങ്കരൻ ഉണ്ണിയുമായി പ്രണയം. കുടുംബക്കാർ അറിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. അച്ഛൻ്റെ പഠനം മുഴുവൻ വിദേശത്തായിരുന്നു.
അവിടെ ഒപ്പം പഠിച്ച ഗൗരിദാസൻ എന്ന സുഹൃത്തിനെ കൊണ്ട് സുഭദ്രയെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. പെങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് അച്ഛന് അറിവുണ്ടായിരുന്നില്ല. വീട്ടുകാർ അത് രഹസ്യമാക്കി വെച്ചു. ഒടുവിൽ വിവാഹ ദിവസം സുഭദ്ര ശങ്കരൻ ഉണ്ണിയോടൊപ്പം ഇറങ്ങിപ്പോയി. ഗൗരിദാസന് ആ അപമാനം സഹിക്കാൻ കഴിഞ്ഞില്ല. അയാൾ അന്ന് തന്നെ ആത്മഹത്യ ചെയ്തു. ഒറ്റ മകനായിരുന്നു ഗൗരിദാസൻ. മകന്റെ മരണവാർത്ത അറിഞ്ഞ ആ മാതാപിതാക്കളും ജീവത്യാഗം ചെയ്തു. തൻ്റെ പെങ്ങൾ കാരണം ഒരു കുടുംബം മുഴുവനും ഇല്ലാതായ വാർത്ത അച്ഛന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അപ്പച്ചിയെ കൊല്ലാൻ വരെ അച്ഛൻ ചെന്നു. ഒടുവിൽ സുഭദ്ര ഭർത്താവിനൊപ്പം നാടുവിട്ടു. പിന്നീട് 2 വർഷം കഴിഞ്ഞാണ് സുഭദ്ര നാട്ടിലെത്തുന്നത്. അവരുടെ ഭർത്താവ് മരണമടഞ്ഞിരുന്നു. ശിവേട്ടനൊപ്പം അവർ തറവാട്ടിലേക്ക് വന്നു. അച്ഛൻ അവരെ ആട്ടിപ്പുറത്താക്കി. മുത്തശ്ശൻ മരിക്കുന്നതിന് മുമ്പ് ഒരു 5 സെന്റ് സ്ഥലവും ചെറിയൊരു വീടും സുഭദ്രയുടെ പേരിൽ എഴുതി വെച്ചിരുന്നു. അപ്പച്ചി അവിടെ താമസമാക്കി. അടുക്കളപ്പണി ചെയ്തും കയറ് പിരിക്കാൻ പോയും സുഭദ്ര ജീവിതം മുന്നോട്ട് പോക്കി. അച്ഛൻ ഒരിക്കൽ പോലും അവരെ കാണാൻ കൂട്ടാക്കിയില്ല. 1-2 തവണയെ അപ്പച്ചിയെ ശരിക്ക് കണ്ടിട്ടുള്ളൂ. എന്നെപ്പോലെ ധാരാളം മുടിയുണ്ട് അപ്പച്ചിക്കും. മുഖമൊക്കെ കറുത്ത് കരുവാളി ചെരുപ്പുണ്ടായിരുന്നു. ജീവിത പ്രാരാബ്ദങ്ങൾ അവരുടെ മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു. എങ്കിലും വല്ലാത്തൊരു ആഢ്യത്വം അവരിലുണ്ടായിരുന്നു. ശിവേട്ടനെ ഇടയ്ക്കൊക്കെ കാണും. ഞാനും വിഷ്ണുവേട്ടനും പഠിച്ചതൊക്കെ പട്ടണത്തിലെ ഉയർന്ന സ്കൂളിലായിരുന്നു. വെക്കേഷനും മറ്റും നാട്ടിൽ വരുമ്പോൾ കാണാം. പൂരപ്പറമ്പിലും ക്രിക്കറ്റ് ഗ്രൗണ്ടിലുമൊക്കെ പിള്ളേരോടൊപ്പം കളിക്കുന്നത്. നന്നായി പാടുകയും ചെയ്യും. ഒരിക്കൽ സ്കൂൾ യുവജനോത്സവത്തിന് അച്ഛനായിരുന്നു ചീഫ് ഗസ്റ്റ്. അന്ന് പാട്ട് മത്സരത്തിന് ശിവേട്ടൻ അച്ഛൻ്റെ കയ്യിൽ നിന്നും സമ്മാനം വാങ്ങി. പിന്നീട് ഒരിക്കലും അച്ഛൻ ആ സ്കൂളിലേക്ക് പോയിട്ടില്ല. പക്ഷെ പിറ്റേ വർഷം മുതൽ ആ സ്കൂളിൽ അച്ഛൻ്റെ പേരിൽ മികച്ച ഗായകന് ക്യാഷ് പ്രൈസ് ഏർപ്പെടുത്തി. സ്കൂൾ കാലഘട്ടം മുഴുവൻ ആ പ്രൈസിന് അവകാശി ശിവേട്ടനായിരുന്നു. ജീവിക്കാൻ ബുദ്ധിമുട്ടാണേലും ശിവേട്ടന് നല്ല വിരിഞ്ഞ ശരീരവും തലയെടുപ്പും ഉണ്ടായിരുന്നു. ഏത് കുട്ടികൾക്കിടയിൽ നിന്നാലും പെട്ടെന്ന് തിരിച്ചറിയാം. വിഷ്ണുവേട്ടന് മെലിഞ്ഞ ശരീരമാണ്. മുന്നും പിന്നും നോക്കാത്ത സ്വഭാവവും ആ തലയെടുപ്പും കൊണ്ടാണ് എല്ലാവരും ശിവനെ ഒറ്റയാൻ എന്ന് വിളിക്കുന്നത്. എവിടെ വെച്ച് കണ്ടാലും അച്ഛൻ ശിവേട്ടനെ അപമാനിക്കുമായിരുന്നു. പിഴച്ച സന്തതി എന്ന് പരസ്യമായി വിളിച്ചിട്ട് പോലുമുണ്ട്. ശിവേട്ടൻ രൂക്ഷമായി ഒന്ന് നോക്കുകയേ ഉള്ളൂ. മറ്റുള്ളവരുടെ മുമ്പിൽ തട്ടിക്കയറുമെങ്കിലും അച്ഛൻ്റെ മുമ്പിൽ അയാൾ തല കുമ്പിട്ട് നിൽക്കും. അച്ഛന് ഇഷ്ടമില്ലാത്തത് കാരണം ഞാനും വിഷ്ണുവേട്ടനും ശിവേട്ടനെ ശ്രദ്ധിക്കാറില്ല. ഞങ്ങളെ കാണുമ്പോൾ അയാളുടെ മുഖത്തൊരു പുച്ഛ ചിരി വിടരും. ഏട്ടനെയോ എന്നെയോ ഒറ്റയ്ക്ക് കിട്ടിയാൽ കൊച്ചു തമ്പുരാനെ കൊച്ചു തമ്പുരാട്ടി എന്ന് വിളിച്ച് കളിയാക്കും. ഓരോന്നാലോചിച്ച് സമയം പോയതറിഞ്ഞില്ല. അമ്മയുടെ വിളിയാണ് ഉണർത്തിയത്. താഴേക്ക് ചെന്നപ്പോൾ കണ്ടു വിഷ്ണുവേട്ടനും എത്തിയിട്ടുണ്ട്. അവളെ കണ്ടതും വിഷ്ണു തുടങ്ങി, "നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? ഓ, അമേരിക്ക സ്വപ്നം കണ്ടതായിരിക്കും. ദേ അമ്മേ, ഈ ഏട്ടനോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ടോ? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? നീ ഇതുവരെ ചെറുക്കൻ്റെ ഫോട്ടോ പോലും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ചെറുക്കനെ സ്വപ്നം കാണാൻ പറ്റില്ല. പിന്നെ ഉള്ളത് അമേരിക്ക എന്ന നാടാണ്. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ ഇവൾ പിന്നെ ആരെ സ്വപ്നം കാണാനാ?" ചിരിയോടെ വിഷ്ണുവേട്ടൻ അത് പറയുമ്പോൾ മനസ്സിലേക്ക് വന്നത് ശിവേട്ടൻ്റെ മുഖമാണ്. തുടരും.